1908 ഡിസംബർ 28. നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റലിയിലെ മനോഹരമായ തുറമുഖ നഗരമായ മെസ്സീന അന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ശാന്തതയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ നഗരത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദുരന്തം വരാൻ പോകുകയാണ് എന്ന് ഗാഠനിദ്രയിലായിരുന്ന അവർ അറിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ കൃത്യം 5:20 ഭൂമി പെട്ടെന്ന് ശക്തമായി വിറയ്ക്കാൻ തുടങ്ങി. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രതയുള്ള ഭൂകമ്പം ഏകദേശം 40 സെക്കൻഡ് മാത്രമാണ് നീണ്ടുനിന്നത്. എന്നാൽ ആ സമയം മെസ്സീനയിലെയും സമീപ നഗരമായ റെജിയോ കലാബ്രിയയിലെയും ഭൂരിഭാഗം കെട്ടിടങ്ങളെയും മണ്ണിലേക്ക് ചേർക്കാൻ അത് മതിയായിരുന്നു. വലിയ പള്ളികളും കൊട്ടാരങ്ങളും സാധാരണ വീടുകളും നിമിഷങ്ങൾക്കുള്ളിൽ അവശിഷ്ടങ്ങളായി മാറി. പലർക്കും ഉറക്കമുണരാൻ പോലും കഴിയുന്നതിനു മുൻപ് തന്നെ അവർ തകർന്ന മതിലുകൾക്കും കല്ലുകൾക്കുമടിയിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ഈ ഭൂകമ്പം ഒരു വൻ ദുരന്തത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഭൂകമ്പം കഴിഞ്ഞ് കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ കടൽ അസാധാരണമായി പിന്മാറി. തീരം മുതൽ കിലോമീറ്ററുകളോളം വെള്ളം പിന്നിലേക്ക് മാറി. തുറന്നുകിടക്കുന്ന കടൽത്തറയിൽ പൂഴുന്നുകിടക്കുന്ന ബോട്ടുകൾ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. പക്ഷേ അതൊരു വലിയ സുനാമിയുടെ മുന്നറിയിപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. അല്പസമയത്തിനകം ഏകദേശം 12 മീറ്റർ ഉയരമുള്ള ഭീമൻ തിരമാലകൾ 3 തവണയായി തീരത്തെത്തി. ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനവധി ആളുകളെ ഈ തിരമാലകൾ കടലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ദുരന്തം അതുകൊണ്ടും അവസാനിച്ചില്ല. തകർന്ന ഗ്യാസ് പൈപ്പുകളും വിളക്കുകളും കാരണം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ തീപിടുത്തങ്ങളുണ്ടായി. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതുകൊണ്ട് ഈ ദുരന്ത വിവരം പുറംലോകമറിയാൻ മണിക്കൂറുകളെടുത്തു. സഹായമൊന്നും എത്താത്ത ആ തണുത്ത രാത്രിയിൽ പരിക്കേറ്റവരും വീടില്ലാത്തവരും കടുത്ത തണുപ്പിലും വലിയ ദുരിതത്തിലും അകപ്പെട്ടുപോയി. ഈ സംഭവം യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് 100,000-നടുത്ത ആളുകൾക്ക് ഒരേ ദിവസം ജീവൻ നഷ്ടമായി. മെസ്സീന നഗരത്തിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ഈ ദുരന്തത്തിൽ ഇല്ലാതായി. വിവരമറിഞ്ഞതോടെ സമീപ കടലിലുണ്ടായിരുന്ന റഷ്യനും ബ്രിട്ടീഷ് കപ്പലുകളും ഉടൻ മെസ്സീന തീരത്തേക്കെത്തി. ലോക ചരിത്രത്തിലെ ആദ്യത്തെ വലിയ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു അത്. അവർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ജീവനോടെ രക്ഷിച്ചു. ഈ നഗരത്തിന് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ നാളുകളെടുത്തു. ഒരു നഗരത്തെ, അതിൻ്റെ ജനങ്ങളെയും സംസ്കാരത്തെയും പ്രകൃതി എത്ര വേഗത്തിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഉദാഹരണമായി 1908 മെസ്സീന ദുരന്തം ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നു.